ഒന്നര പതിറ്റാണ്ടു മുൻപാണ് ചമ്രവട്ടം പൊന്നാനി മേഖലകളിലെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരം എന്ന അവകാശവാദവുമായി ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പാലോളി മുഹമ്മദ് കുട്ടി എംഎൽഎയും മന്ത്രിയുമായിരുന്ന കാലത്താണ് അഭിമാന പദ്ധതി എന്ന നിലയിൽ പാലം ഉദ്ഘാടനം ചെയ്തത്. നാളിതുവരെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഒരു പാലം എന്നതിനപ്പുറം റെഗുലേറ്ററിന്റെ ഒരു ഉപയോഗവും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ലെന്നാണ് കുറ്റപ്പെടുത്തൽ. ഭാരതപ്പുഴ BM കായൽ ലിങ്ക് പദ്ധതിക്ക് ചമ്രവട്ടം പദ്ധതി തടസ്സമാകുന്നുവെന്ന് എംഎൽഎക്ക് പോലും പറയേണ്ടി വരുന്നെന്ന് പൊന്നാനി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM കുറ്റപ്പെടുത്തുന്നു. ചമ്രവട്ടം പ്രോജക്റ്റ് നമ്മുടെ ജില്ലയിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധികാരികളുടെ ഒക്കെ അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. എന്നാൽ പാലത്തിൻ്റെ ഉപയോഗം മാത്രം നടക്കുക, റെഗുലേറ്ററിൻ്റെ ഉപയോഗം തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഏകദേശം 1.5 പതിറ്റാണ്ടായിട്ട് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് മുതൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രവൃത്തി ഉദ്ഘാടനം ആരംഭിച്ച ഭാരതപ്പുഴ BM കായൽ ലിങ്ക് കനാൽ പദ്ധതി, ഈ ഒരു പദ്ധതി കാരണം ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി കാരണം മാത്രം അതിന് തടസ്സം ഉണ്ടാകുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം MLA പോലും പറഞ്ഞ കാര്യമാണ്. ഉദ്യോഗസ്ഥ അധികാരി വർഗങ്ങളുടെ അഴിമതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാണ് ഫർഹാൻ പറയുന്നത്. 8 തവണയാണ് പൈലിംഗ് ഷീറ്റ് പുനർനിർമ്മാണ കമ്പനിക്ക് കരാർ കാലാവധി നീട്ടിക്കൊടുത്തത്. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഭരണപക്ഷ MLAക്ക് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് കർഷകരുണ്ട്. ഈ കുടിവെള്ള ക്ഷാമം നേരിടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ, ആ കർഷകരെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന ഒരു പദ്ധതിയായിട്ട് ഈ പദ്ധതി മാറുകയാണ്. കാരണം ഇവിടുത്തെ പൈലിംഗ് ഷീറ്റുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറെടുത്തിട്ടുള്ള ആൾക്ക് 8 തവണയാണ് കരാർ കാലാവധി നീട്ടിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആരുടെ ഭാഗത്താണ് അലംഭാവം എന്നുള്ളത് വ്യക്തമാണ്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതാണ്. അതേ ഉത്തരവാദിത്തം ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തും അവരുടെ വലിയ വീഴ്ചയുടെ ഉദാഹരണമായി ഈ ചമ്രവട്ടം പ്രോജക്റ്റ് മാറിയിട്ടുണ്ട്. നമുക്കൊക്കെ വളരെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ പരിഹാരം കാണുകയാണെങ്കിൽ ഇവിടുത്തെ കാർഷിക മേഖല, അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം, ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് എന്നുള്ള ഒരു പ്രയാസം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയം. സാധാരണക്കാരായ ആയിരക്കണക്കിന് കർഷകർക്കും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവർക്കും ദുരിതം മാത്രമാണ് എന്നും ചമ്രവട്ടം പദ്ധതി സമ്മാനിക്കുന്നതെന്ന് ഫർഹാൻ പറയുന്നു. പ്രദേശത്തെ കാർഷിക കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണാൻ ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. ഈ ചാനൽ ന്യൂസ്, പൊന്നാനി. Yes.